ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനദീപത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന സകല തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീക്കം ചെയ്യപ്പെടാൻ പോകുന്നു. 9 അനുഗ്രഹീത ദിവസങ്ങളാണിത്. പ്രാർത്ഥനയ്ക്ക് മുൻപായി നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കാൻ സങ്കീർത്തനം 51 ഭക്തിയോടെ നമുക്ക് ചൊല്ലാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിരോധത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ ആകൃതം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. കിസോപ്പ് കൊണ്ട് എന്നെ പകുത്തീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതമാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്നും മുഖം മറയ്ക്കണമേ. എൻ്റെ ആകൃതങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്ഷാപാതകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രവർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10. സങ്കീർത്തനം 34:17 പറയുന്നു: നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. അതെ, ഇന്ന് നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കാൻ പോവുകയാണ്. സ്വർഗസ്നായ പിതാവേ, ഇന്ന് 1-ാം ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അണയുന്ന ഓരോ മക്കളെയും അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അവരുടെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കുടുംബത്തിലെ തടസ്സങ്ങൾ മാറട്ടെ. കടബാധ്യതയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങട്ടെ. ജോലിയില്ലാതെ അലയുന്നവർക്ക് പുതിയ വഴികൾ തെളിയട്ടെ. നാഥ, അവിടുത്തെ നീതിയുള്ള വലം കൈകൊണ്ട് അവരെ താങ്ങണമേ. ഈ 9 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ വലിയൊരു സാക്ഷ്യം പറയാൻ ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. അങ്ങയുടെ കൃപ ഇന്ന് ഓരോ വീടുകളിലും നിറയട്ടെ. ആമേൻ.
ഈ പ്രാർത്ഥന പൂർണ്ണ വിശ്വാസത്തോടെ ഒന്നുകൂടി കേൾക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ചെറിയ വോയിസ്, സ്ഥലം, പേര്, ആവശ്യം ഇവ അറിയിക്കുക. ഇല്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകുക. നാളെ രാവിലെ കൃത്യം 5:30 രണ്ടാം ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും ഒരുമിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.